തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭരണസാരഥ്യം വഹിച്ചിരുന്നവർ CPM-ന്റെ ഉന്നത നേതാക്കന്മാരുമായി ചേർന്ന് നടത്തിയ സ്വർണ്ണക്കൊള്ളയുടെ വിവരങ്ങളാണ് ഹൈക്കോടതി നിയോഗിച്ച ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലും നിരീക്ഷണത്തിലുമുള്ള SITയുടെ അന്വേഷണത്തിൽ കൂടി പുറത്തുവരുന്നത്. 2019 ശബരിമലയിലെ ആചാരങ്ങൾക്കെതിരായി സുപ്രീം കോടതി വിധി വന്ന സമയം തന്നെയാണ് അവിടുത്തെ ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് ആവശ്യമായ ഗൂഢാലോചനയും പ്രവർത്തനങ്ങളും ആരംഭിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് ആദ്യം ചില ഉദ്യോഗസ്ഥന്മാരുടെ തലയിൽ കെട്ടിവെക്കാൻ ഒരു പോറ്റിയാണെന്നൊക്കെ പറഞ്ഞ് കൈ കഴുകാനാണ് ഇവർ നോക്കിയത്. പോറ്റി ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല, ജയിലിനകത്ത് കിടക്കുന്നത് CPM-ന്റെ ഉന്നതരായ 2 നേതാക്കന്മാരാണ്, വാസുവും പത്മകുമാറും. പത്മകുമാറിന്റെ മൊഴിയിൽ കടകംപള്ളി സുരേന്ദ്രനെ ബന്ധിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട് എന്നാണ് പുറത്തു വരുന്നത്. പക്ഷേ ഈ ലോക്കൽ ബോഡി ഇലക്ഷന്റെ സമയമായതുകൊണ്ടാകാം അന്വേഷണം ഒരു ഘട്ടത്തിലെത്തി പ്രതിസന്ധിയിൽ നിൽക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഇതുവരെ ഈ നഷ്ടപ്പെട്ട സ്വർണം അത് റിക്കവറി നടത്തി തിരിച്ചെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ പോലും ആരംഭിച്ചിട്ടില്ല. സ്വർണം മാറ്റി ചെമ്പാക്കി എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ ഈ മാറ്റിയ സ്വർണം ഇപ്പൊ എവിടെയാണ്, ആർക്കാണ് വിറ്റത്, എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത്, ഇതൊക്കെ അന്വേഷണത്തിന്റെ ഭാഗമായി പുറത്തു വരേണ്ടതാണ്. തീർച്ചയായും ഈ അഴിമതി എന്ന് പറയുന്നത് ഏതറ്റം വരെ പോകാം. ശബരിമല അയ്യപ്പന്റെ ശ്രീകോവിലിന്റെ കട്ടളയും കതകും ദ്വാരപാലക വിഗ്രഹം വരെ മോഷ്ടിക്കാനുള്ള ധൈര്യം പിണറായി വിജയന്റെ 10 വർഷം കൊണ്ട് സഖാക്കന്മാർക്കുണ്ടായി എന്നുള്ളതാണ് ഈ ശബരിമല വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം.